ഇത് നാണക്കേട് ആകമത്തം നാണക്കേട് എല്ലാറ്റിനും പുറകിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്നുള്ളതാണ്. ആ ഗോവിന്ദൻ മാഷോട് MSF എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മണ്ണാർക്കാട്ടെ SFIക്ക് പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയും ഫ്രട്ടേണിറ്റിയും ഉണ്ട് എന്നുള്ളത് ഗോവിന്ദൻ മാഷ് ഓർത്തു വെക്കുന്നതും CPM മനസ്സിലാക്കുന്നതും നന്നു എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. മണ്ണാർക്കാട്ടെ SFIയുടെ വിജയത്തിൽ ഈ നാട്ടിലെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്ക് പോലും അല്പം സന്തോഷമില്ല എന്നുള്ളതാണ് MSF പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് SFIയുടെ വിജയം? അയലോക്കത്തെ വീട്ടിലെ ഔസേപ്പേട്ടൻ്റെ ഉണ്ട്, ഇപ്പുറത്തെ വീട്ടിലെ മറ്റൊരാളുടെയും കടം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു സാമ്പാർ മുന്നണിയാണ് SFIയുടെ മണ്ണാർക്കാട്ടെ കല്ലടി കോളേജിലെ വിജയമെന്ന് ആവർത്തിക്കാൻ MSF ആഗ്രഹിക്കുകയാണ്. ഇന്ന് പിന്നെ ചില പത്ര ഓഫീസുകളിൽ വന്ന് ചിലർ മോങ്ങിയിട്ടുണ്ട്. അത്രക്കാരുടെ മോങ്ങൽ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അത്രക്കാരുടെ മോങ്ങൽ ഞങ്ങൾ ഓർത്തു വെക്കുന്നുണ്ട്. കാലം കണക്ക് ചോദിക്കാതെ, കാലം ഓർത്തു വെക്കപ്പെടാതെ ഒരു കാലവും അവസാനിച്ചിട്ടില്ലെന്ന് അത്രക്കാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 36 സീറ്റ് നേടിയ MSFനേക്കാൾ വലിയ 11 ആളുകളായി KSUക്കാർ ഇന്ന് പറഞ്ഞു വെക്കുകയാണ്. SFIയുടെ വോട്ടിൽ KSU ഉണ്ടത്രേ, MSFന്റെ വോട്ടിൽ KSU ഉണ്ടത്രേ, ഫ്രട്ടേണിറ്റിയുടെ വോട്ടിലും KSU ഉണ്ടത്രേ. KSU എവിടൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് KSUവിന് പോലും ധാരണയില്ലാതെ അവർ പോവുകയാണ്. ഞങ്ങളൊരു കാര്യം പറയുന്നു, ഇന്നലത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ യൂണിയൻ സീറ്റിൽ സംപൂജരാണ് KSU എങ്കിൽ അടുത്ത കലാലയ തെരഞ്ഞെടുപ്പിനകത്ത് KSUവിന്റെ എല്ലാവിധ അക്കൗണ്ടുകളെയും പൂട്ടിയിട്ടല്ലാതെ MSFനിൽ വിശ്രമമില്ലെന്ന് കൂടി ഞങ്ങൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിനെ ഈ ജനാധിപത്യ സമൂഹം വിലയിരുത്തുക എന്നുള്ളത് വർഗീയവാദികളുടെ കൂട്ടിൽ നിന്ന് പ്രഖ്യാപിച്ച സംഘടന വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് KSUവിന്റെ ചെയർമാൻഷിപ്പ് നേടിയെങ്കിൽ ആരുടെയും കൂട്ടുപിടിക്കാതെ ഒറ്റ ശക്തിയായി തങ്ങളുടെ നിലപാട് അടിച്ചുകൊണ്ട് തങ്ങളുടെ വിജയിച്ച സ്ഥാനാർത്ഥികളെ കൂടെ നിർത്തിക്കൊണ്ട് തങ്ങളുടെ വിജയികളെ കൂടെ നിർത്തിക്കൊണ്ട് ആ സീറ്റുകളൊപ്പം നിർത്തിക്കൊണ്ട് നേടിയ ആ 3 സുവർണ സീറ്റുകളാണ് ഞങ്ങൾക്ക് അഭിമാനപ്പെട്ടത് എന്ന് പ്രഖ്യാപിക്കാൻ MSF ഒരിക്കൽ കൂടി ആഗ്രഹിക്കുകയാണ്.